മുക്കാൽ മണിക്കൂർ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അരമണിക്കൂർ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ മുക്കാൽ മണിക്കൂർ തിരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതിൻ്റെ മ്ലാനതയാണ് ഈ മുഖത്ത് കാണുന്നത്. പിന്നെ ആകെയുള്ളൊരാശ്വാസം നല്ല കാലാവസ്ഥയായിരുന്നു. നല്ല പച്ചപ്പും ഹരിതാഭയവും നിറഞ്ഞ പ്രകൃതിരമണീയമായ സ്ഥലം ആസ്വദിച്ച് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു ലെഫ്റ്റ് എടുക്കണമായിരുന്നു. അത് മിസ് ചെയ്തല്ലോ എന്ന് വിചാരിച്ച്. കുഴപ്പമില്ല, അടുത്ത ലെഫ്റ്റ് എടുക്കാം. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അതുകൊണ്ട് വണ്ടി കഴുകിയിട്ട് പോകാം. ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹാഫ് പ്രൈസ് ആണ് വണ്ടി കഴുകാൻ. അതായത് 16 യൂറോയുടെ സാധനം നമുക്ക് 8 യൂറോയ്ക്ക് കിട്ടും. വിശപ്പിന്റെ വിളി വന്നതുകൊണ്ടും എൻ്റെ കുടല് കരിയാൻ തുടങ്ങിയതുകൊണ്ടും ഒരു റാപ്പ് മേടിച്ചു. എന്നിട്ട് ഇനി ഈ സുന്ദരക്കുട്ടനെ കൊണ്ട് കഴുകിയിട്ട് വരാം. ടോക്കൺ എടുത്തിട്ട് ഏതായാലും ക്യൂയിൽ നിൽക്കണം. അതിനേക്കാളും ഭേദം വണ്ടി ഇരുന്ന് തന്നെ കഴിക്കുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് കാർ വാഷിന്റെ അങ്ങോട്ട് പതുക്കെ പതുക്കെ നീങ്ങിപ്പോയപ്പം ഇതാ എൻ്റെ മുന്നിൽ 2 വണ്ടികൾ നിൽക്കുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിട്ടായിരിക്കാം, ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി അടുത്തത് എൻ്റെ കാറാണ്. അതുകൊണ്ട് തന്നെ പിന്നൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കാം. എനിക്ക് ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് കാർ എത്ര ചേർത്തിട്ടാലും കൈ അങ്ങോട്ട് എത്തുന്നില്ല. വീട്ടിലാണെങ്കിൽ ബക്കറ്റും സോപ്പ് വെള്ളവും പിന്നെ ഒരു പന്ന തോർത്തും എടുത്തോണ്ട് പോയിട്ട് വണ്ടി അങ്ങോട്ട് കഴുകുന്ന സുഖം അതിഥി കിട്ടില്ല. പുറത്ത് കാർ ഓട്ടോമാറ്റിക്കായിട്ട് വാഷ് ആകുമ്പം അകത്ത് എനിക്ക് ചെറിയൊരു ക്ലോസ്ട്രോഫോബിയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഈ സൗണ്ടും കേട്ട് ഞാൻ ഇരുന്നു. സോപ്പിട്ട് പതപ്പിച്ചിട്ട് പിന്നെ വാഷ് ചെയ്ത് അതിനുശേഷം ഒന്ന് പോളിഷ് അടിച്ച് പിന്നെ ഉണക്കി വിടും. ഇതാണ് ഇവിടുത്തെ പരിപാടി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എത്ര നല്ല കാലാവസ്ഥയാണ്, പുറത്തൊക്കെ പോകാമല്ലോ. പക്ഷെ എന്നാലും മടി പിടിച്ച് കിടക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്. ആ ഫ്രണ്ടിന്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. പിന്നെ തങ്കുമോന്റെ ഓരോ കുസൃതികളും കണ്ടിരുന്നു. അടുത്ത കലാപരിപാടിയിലോട്ട് കടന്നാലോ? ചീത്തയാവാറായ കുറച്ച് പഴം ഇരിപ്പുണ്ട്, അത് വെച്ച് മിൽക്ക് ഷേക്ക് അടിക്കാം. ബാ, മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ മിൽക്ക് ഉണ്ടോ നോക്കി. അപ്പൊ ഇന്നലത്തെയും കിട്ടി. ആദ്യം ഇന്നലത്തെ നമുക്കങ്ങ് തീർക്കാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂടാവുന്നുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഈ പഴമൊക്കെ കേടാവുന്നു. ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരുമോ? ബനാന മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ബനാനയും മിൽക്കും മാത്രമല്ല വേറെ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ ഘടകങ്ങളൊക്കെ ഇട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് അടിപൊളി മിൽക്ക് ഷേക്ക് റെഡി. അതായത് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലൊന്ന് കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. നാട്ടിലൊക്കെ ഇങ്ങനെയല്ലേ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അപ്പുറത്തോട്ട് കൊണ്ട് കൊടുക്കില്ലേ. ദേ ഇവിടെ ഇങ്ങനെ എൻ്റെ ഡോറിയും തുറന്ന് അപ്പുറത്തതാ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പോകുന്നു. ഇവിടെ വന്ന് നോക്കിയപ്പം അവള് മാത്രമല്ലായിരുന്നു, വലിഞ്ഞു കയറി വന്നൊരു സാധനം അവിടെ കിടപ്പുണ്ടായിരുന്നു. ആദ്യം വന്ന് അവൾ അന്തം വിട്ടു. പിന്നെ ഇത് എന്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ കുടിച്ചിട്ട് എക്സ്പ്രഷൻ വാരി കോരി അങ്ങോട്ട് ഇട്ടു. സൂപ്പർ. എന്നിട്ട് അവൾ അതാ വെട്ടിയിട്ട വാഴപ്പോലെ കിടക്കുന്ന അവനോട് കൊടുത്തു. അവൻ വലിഞ്ഞു കയറി വന്നതാണെങ്കിൽ എന്താ പാവല്ലേ. പിന്നെ കുറച്ചേരം ആവേശം സിനിമയും കണ്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.